ഗുഡ് മോർണിംഗ് BNI. BNIയിൽ എപ്പോഴും നമ്മൾ പറഞ്ഞ ട്രാഫിക് ലൈറ്റാണ് 3+1 ട്രാഫിക് ലൈറ്റ്. ഗ്രോത്തും റിട്ടൻഷനും ഫില്ലും ലോഞ്ചും ഒക്കെ നമുക്കുണ്ട്. ആ +1 എന്ന് പറയുന്നത് എന്താ? സക്സസ് സ്റ്റോറി. നമ്മൾ BNIയിൽ പറയുന്ന ട്രെയിനിങ്ങിൽ പറയുന്ന കാര്യം തന്നെ എന്താ? ഫാക്ട്സ് ടെൽ, സ്റ്റോറീസ് സെൽ. സ്റ്റോറികളാണ് ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുള്ളൂ. എല്ലാവരും കഥകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സോ BNIയിലുള്ള ഞങ്ങളുടെ BNI മലപ്പുറം റീജിയൻ്റെ ഒരു ബെസ്റ്റ് സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നത് മറ്റാരുമല്ല, അഷർ മൗസിയാണ്. മൗസി ഔൽ മിൽക്കിൻ്റെ ഫൗണ്ടർ അഷർ ഷെയർ ചെയ്യുന്ന ഈ സക്സസ് സ്റ്റോറിയും ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷനാണ്. സോ നിങ്ങൾ BNI കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുകയും നമ്മൾ എവിടെയെങ്കിലും ഒരു ചാപ്റ്റർ മീറ്റിങ്ങിൽ വിസിറ്ററായിട്ട് നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ BNI എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ബിഫോർ ദാറ്റ് BNI മെമ്പേഴ്സും അല്ലാത്തവരെല്ലാവരും അസർ മൗസിയുടെ ഈ സക്സസ് സ്റ്റോറി നന്നായിട്ട് വാച്ച് ചെയ്യാം. BNIയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് BNI അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് സക്സസ് സ്റ്റോറിയിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് BNI. വളരെ സന്തോഷം, അഭിമാനം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ, ഇതുപോലൊരു BNI പോലെയുള്ളൊരു കൂട്ടായ്മയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അസ്ഹർ. പെരിന്തമണ്ണ ജൂബിലി റോഡാണ് എൻ്റെ വീട്. അവൽ മിൽക്കിനെ ആദ്യമായി ബ്രാൻഡ് ചെയ്ത മൗസിയുടെ ഫൗണ്ടറാണ്. ബേസിക്കലി ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിൽ M.Tech എടുത്തിട്ടുണ്ട്. പെരിന്തമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ബിസിനസ്സിലാണ്. മൗസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. ഞങ്ങളുടെ സ്റ്റോറിയൊക്കെ പല സ്റ്റേജിൽ ഞാൻ പറഞ്ഞതാണ്. 1985 പെരിന്തമണ്ണയിൽ ചെറിയൊരു കൂൾബാറിൽ നിന്നാണ് ഞങ്ങളുടെ തുടക്കം. കരിമ്പ് ജ്യൂസും ഇളനീർ ജ്യൂസും ചായയും ലൈമും അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു കൂൾബാറിൽ നിന്നാണ് ഞങ്ങൾ തുടക്കം. പിന്നീട് എൻ്റെ വാപ്പയായിരുന്നു അത് നടത്തിയിരുന്നത്. പിന്നെ വാപ്പാൻ്റെ മരണശേഷം എൻ്റെ ബ്രദർ അത് ഏറ്റെടുത്തു. ബ്രദർക്ക് 2010 ലിവർ സിറോസിസ് വന്നപ്പോഴാണ്, ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലായിരുന്നു അപ്പോൾ അത് രാജിവെച്ചിട്ട് ഞാൻ ഷോപ്പ് ഏറ്റെടുക്കുക ഉണ്ടായത്. പിന്നീട് പെരിന്തമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ആ കോംപ്ലക്സിൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഷോപ്പ് പൊളിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അവൽ മിൽക്കിന് എന്തുകൊണ്ട് ബ്രാൻഡ് ചെയ്തുകൂടാ എന്ന ചിന്തയിൽ നിന്ന് പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിൽ 2020 മാർച്ച് 1 മൗസി ഓപ്പൺ ആകുന്നത്. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും UAE, ഖത്തർ, സൗദി എന്നീ രാജ്യങ്ങളിലായി മൗസിക്ക് 32ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. 300 തൊഴിലാളികൾക്ക് ഞങ്ങൾ തൊഴിൽ നൽകുന്നുണ്ട്. 2030 8 രാജ്യങ്ങളിൽ 100ഓളം ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ബനാന ബേസ്ഡ് ഫുഡ് ബ്രാൻഡാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത്. ഇനി BNI കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായി BNI കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷെഫീർ എന്ന് പറയും. അവനൊരു ദിവസം, വലിയൊരു പരിചയമല്ല, അവനൊരു ദിവസം BNI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഞങ്ങൾക്കൊന്ന് ജോയിൻ ചെയ്തുകൂടെ, ഒരു ദിവസം വിസിറ്ററായി വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആദ്യം വന്നത് എന്താണ്, ഇതൊരു മണി ചെയിൻ, നമ്മൾ അറബി പോലെ ക്യൂനെറ്റൊക്കെ പോലെ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് എന്നതാണ് എനിക്ക് ആദ്യം എൻ്റെ മൈൻഡിൽ വന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമല്ല, കുറച്ച് തിരക്ക് കൂടിയാണ്, എനിക്ക് താല്പര്യമല്ല, ഞാൻ വേറെ ദിവസം നമുക്ക് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം അതിൻ്റെ ഇടയിൽ ഊരി. പിന്നെ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ എൻ്റെ ഒരു ജിമ്മിലത്തെ ട്രെയിനർ ഉണ്ടായിരുന്നു, അബിൻ എന്ന് പറയും. ഈ അബിനാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഈ ഒന്ന് വിസിറ്ററായിട്ടൊരു ദിവസം വായോ. അങ്ങനെ അവർ രാവിലെ തന്നെ 6 മണി മുതൽ എന്നെ വിളിച്ച് ഞാൻ വിസിറ്ററായി ചെന്ന് ഒരു ദിവസത്തെ ബെഞ്ച് മാർക്കത്തെ BNIത്തെ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ കണ്ടു, എനിക്കിത് മനസ്സിലായി, ഇത് മണി ചെയിൻ അല്ല. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ ഇന്ന് മുതൽ BNIയിൽ മെമ്പറാകാൻ പോവാണ്. അതിന് 3 കാരണങ്ങളും ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ ഒരു കാരണം, ഞാൻ അതിന് തീരുമാനം എടുക്കാതെ ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, പെട്ടെന്നൊരു ബിസിനസ് ഇറങ്ങിയതുകൊണ്ട് തന്നെ പെരിന്തമണ്ണയിലെ ആളുകളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ BNIയുടെ കോർ വാല്യൂ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. അതായത് ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലൂടെ ഒരുപാട് ആളുകളെ എനിക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം, അതിലൂടെ എൻ്റെ ബിസിനസ്സിനെ എനിക്ക് വളർത്താൻ സാധിക്കും. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു തീരുമാനം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ ഒരു BNIയിൽ വരുന്നതിൻ്റെ മുമ്പ് ഇതേപോലെ മൈക്ക് പിടിച്ചിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വറക്കും. എപ്പോഴുള്ളായിരുന്നു സ്റ്റേജ് കാണുമ്പോൾ, സ്റ്റേജ് ഫിയർ, ആളുകളെ ഫേസ് ചെയ്യുമ്പോഴും തന്നെ കൈ ഇങ്ങനെ വറക്കുന്നൊരു പ്രശ്നം. അപ്പോൾ ഓരോ ആഴ്ചയിലും ഒരു ദിവസം 30 സെക്കൻഡ് എനിക്ക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ആ പ്രസന്റേഷനിലുള്ള ഒരു പേടി അതെനിക്ക് മാറ്റാൻ സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചേരാനുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്,
ഞാൻ പറഞ്ഞത് എൻ്റെ ബ്രദർ ലിവർ സിറോസിസ് ആയിരുന്നു. അത് മറ്റേ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ കംപ്ലീറ്റ് ഞങ്ങൾ ഫാമിലിയിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം വാങ്ങി ഞങ്ങളെ കയ്യിലുള്ള പൈസയൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ സമയത്തായിരുന്നു എൻ്റെ നിക്കാഹ് ഉണ്ടായിരുന്നത്. അപ്പൊ കിട്ടുന്ന പൈസ ഒക്കെ തട്ടിക്കൂട്ടി മാറൊക്കെ വാങ്ങി നിക്കാഹ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2 മാസങ്ങൾ അപ്പുറത്തേന്ന് കല്യാണം നിശ്ചയിച്ചത്. അപ്പൊ കല്യാണം ആയ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, നൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓളണ് കൂട്ടിക്കൊണ്ടുവരാം, അത് കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് കൂട്ടിക്കൊണ്ടുവരാം, ആരും അറിയാതെ നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫിനെ എൻ്റെ വീട്ടിൽ കൂട്ടി വന്നു. അതിന് ശേഷം എൻ്റെ ഉമ്മാക്ക് ഭയങ്കര സങ്കടം. കല്യാണത്തിന് പോകുമ്പോഴൊക്കെ ഉമ്മാന്റെ മുഖത്ത് കാണാൻ വിഷമം. അപ്പൊ പുതിയാപ്പിളരൊക്കെ ഇങ്ങനെ കോട്ടിട്ട് ഇങ്ങനെ കാണുമ്പോ എന്റെ ഉമ്മാക്കൊരു ഭയങ്കര ഇടങ്ങേറ്. എന്റെ മോന് ഒരു കോട്ടിട്ട് കാണാനൊരു ഇതുണ്ടായില്ലല്ലോ, ഭാഗ്യം ഉണ്ടായില്ലല്ലോ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഭാഗ്യം ഉണ്ടായില്ലല്ലോ ഉമ്മ എപ്പോഴും പറയും. പിന്നെ ഉമ്മ മരണപ്പെട്ടു. അപ്പൊ ആ ഒരു ഉമ്മാന്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ BNA ഇപ്പൊ എല്ലാ ആഴ്ചയും എന്തുണ്ട്, എനിക്ക് കോട്ടിടാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ BNAക്ക് വന്നത്. അങ്ങനെ BNAയിൽ ഞാൻ ജോയിൻ ചെയ്തു. BNAയിൽ ജോയിൻ ചെയ്തൊരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഗ്രൗണ്ട് പഠിച്ചു. കാരണം ഞാൻ മനസ്സിലാക്കിയ സംഭവം, ഞാൻ ജോയിൻ ചെയ്ത ബെഞ്ച് മാർക്ക് ചാപ്റ്ററുകളിലെ മുഴുവൻ ആളുകളെ ഇൻഫ്ലുവൻസ് ഒരാഴ്ച കൊണ്ട് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് 1-to-1 വന്നത് അബുക്ക എന്ന് പറഞ്ഞ ഞങ്ങളുടെ LIC മെമ്പർ ഉണ്ട്. അദ്ദേഹം 1-to-1 വന്നു, സംസാരിച്ചു. ഞാനൊരു LIC പോളിസിയൊക്കെ എടുത്തിട്ട് അബുക്കിനോട് ചോദിച്ചു, അസറെ എന്താണ്, ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണോ, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് അബുക്കിനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു, അബുക്ക എനിക്കൊരു ഹെൽപ്പ് വേണം. ഞാൻ 6 മാസമായി മാർക്ക് സിറ്റി മാളിലെ മാനേജ്മെന്റുമായിട്ട് ഞാൻ പോകുന്നു. ഇവിടെ ഒരു മെമ്പർ പറഞ്ഞു, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തില്ല, അവർ മാനേജ്മെന്റ് അടുപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് കഴിയുന്നില്ല. കാരണം എൻ്റെ മുറ്റത്ത് ഒരു മാള് വരുമ്പോൾ മൗസി എന്ന ബ്രാൻഡ് അതിലില്ലെങ്കിൽ അതിൻ്റെ മോശം എനിക്കാണ്. അവിടെ എനിക്ക് എങ്ങനെയും അത് വേണമെന്ന് പറഞ്ഞു. അതിക്കൊരു എൻട്രി എനിക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ അബൂക്ക് ഇറങ്ങി. പിറ്റത്തെ ആഴ്ച BNA മീറ്റിംഗ് കഴിഞ്ഞിട്ട് അബൂക്ക് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് കാലിക്കറ്റ് പോലെ ഓഫീസിലേക്ക് പോവാം. അങ്ങനെ അബുക്കിയും ഞാനും നബീൽ ദാറുസലാം പറഞ്ഞ മെമ്പറും കൂടി കോഴിക്കോട് പോയി അവരെ ഓഫീസിൽ മീറ്റ് ചെയ്തു. അവിടെ വെച്ചിട്ട് മാർക്ക് സിറ്റിയിൽ യെല്ലോ സൈൻ ചെയ്തു. മൗസിയുടെ ആദ്യത്തെ മാളിലേക്കുള്ള എൻട്രി ആയിരുന്നു മാർക്ക് സിറ്റി മാള്. ആ ഒരു എൻട്രിയോട് കൂടി കേരളത്തിലെ എല്ലാ മാളുകളിലേക്കും ഞങ്ങളെത്തി. ലുലു, ഹൈലൈറ്റ് മാള്, RP മാള്, അബുദാബിയിലെ മുഷ്രിഫ് മാള്, ദുബായിലെ മദീന മാള്, ഇനി സൗദിയിലെ ലുലു മാള്. അപ്പം എല്ലാത്തിനും ഒരു എൻട്രി ഈ ഒരു BNA ത്രൂ കിട്ടിയ മാർക്ക് സിറ്റി മാളായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പേര് അസ്ഹർ, എൻ്റെ അടുത്തുണ്ടായിരുന്നത് അനൂപ് എന്ന് പറഞ്ഞൊരു മെമ്പറായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ലുലു മാളൊന്ന് ട്രൈ ചെയ്യല്ലോ ചോദിച്ചു. ഓക്കെ, നമുക്ക് ലുലു മാൾ നോക്കാം, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ, നിങ്ങൾ ട്രൈ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ലുലു മാളുമായിട്ട് കണക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്നു ലുലു മാളത്തെ ലീസിംഗ് മാനേജർ. അങ്ങനെ അദ്ദേഹം വഴി ട്രൈ ചെയ്ത് ഒരു ദിവസം തന്നെ യെല്ലോ സൈൻ ചെയ്തു. 2 മാളുകളുള്ള, ഒന്ന് ലുലു മാളും യൂസുഫലിന്റെ നാട്ടിലുള്ള വഴിമാളും. അപ്പോൾ ഇന്ന് ലുലു ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഫുഡ് കൗണ്ടറുകളിൽ ഒന്ന് അത് മൗസിയാണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു മെമ്പറിന്റെ നബീൽ ദാറുസലാം, അദ്ദേഹം പറഞ്ഞു, നമുക്ക് ദുബായ് ഓപ്പൺ ആക്കല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ, ദുബായ് ഓപ്പൺ ആക്കാൻ നിങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ദുബായ് കറാമയിൽ മൗസിയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ഔട്ട്ലെറ്റ് ദുബായ് കറാമയിൽ ഓപ്പൺ ആക്കി. അതും നമ്മുടെ BNA മെമ്പറായ നബീൽ ദാറുസലാം ആയിരുന്നു അത് ഇൻവെസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ അന്ന് ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആയിരുന്നു സർഫ്രാസ് നമുക്ക് സൗദി നമുക്കൊന്ന് ട്രൈ ചെയ്യല്ലോ ചോദിച്ചു. അങ്ങനെ ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ സൗദി അറേബ്യയിൽ ഞങ്ങൾ ആദ്യത്തെ ഔട്ട്ലെറ്റായ ഷർഫിയ ഔട്ട്ലെറ്റ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും റൂം കണ്ടെത്തി ഒക്കെ ഓപ്പൺ ആക്കിയതൊക്കെ സർഫ്രാസ് ആയിരുന്നു. ഇപ്പൊ നാളെ ഞാൻ പോവാണ് റിയാദിലും ദമാമിലും സർഫ്രാസിന് വേണ്ടിയിട്ട് എൻ്റെ മൗസി ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് പോകും. അപ്പോൾ വളരെ വളരെ നല്ല എക്സ്പീരിയൻസുകളും നല്ല ബന്ധങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ BNAയിലൂടെ വളർത്താം എന്ന് തെളിയിച്ചൊരു സംഭവമാണ് എൻ്റെ മൗസി. ഇനി നിങ്ങളോട് എനിക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഞങ്ങളെ മെമ്പർ അബുക്ക ഉണ്ട്, LIC മെമ്പർ, മൂപ്പർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എപ്പോഴും ഞങ്ങൾ BNA മെമ്പർമാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, BNA എന്ന് പറഞ്ഞാൽ അതൊരു കടലാണ്. അതിലെന്ത് ചെയ്യാം, നമ്മുടെ തോർത്തുമുണ്ട് ഇട്ടിട്ട് കോരി മീൻ പിടിക്കാം, അതല്ലെങ്കിൽ ചൂണ്ടയിടാം, വല വിരിക്കാം,
മെഷീനറികളും ടെക്നോളജികളും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മീൻ പിടിക്കാം. കോരിടുമ്പോൾ ചിലപ്പോൾ പരലായിരിക്കും കിട്ടുക, ചൂണ്ടയിടുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ആഫ്രിക്കൻ മുയ്യനൊക്കെ ചിലപ്പോൾ കിട്ടും. ഇനി അതല്ല, വല ഇടുകയാണെങ്കിൽ അത്യാവശ്യം കുറേ മീൻ കിട്ടും. ഇനി മെഷീനറികളൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്രാവിനെ വരെ കിട്ടും. അപ്പോൾ എങ്ങനെ മീൻ പിടിക്കണം എന്ന് തീരുമാനിക്കേണ്ട ആളുകൾ നമ്മളാണ്. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ വലിയ മെഷീനറികളും ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് മീൻ പിടിച്ചത് കൊണ്ട് എനിക്ക് വലിയ വലിയ സ്രാവുകളെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വലിയ സ്രാവുകളെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക്